രാജ്യത്തെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതി സ്ഥാപനമായ അല്ലാന സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ബി.ജെ.പിക്ക് റെക്കോർഡ് തുക സംഭാവന നൽകിയതായി റിപ്പോർട്ട്. സ്ക്രോൾ ഡോട്ടിൻ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. 2024-25 കാലയളവിൽ ബി.ജെ.പിക്ക് അല്ലാന ഗ്രൂപ്പ് 30 കോടി രൂപ സംഭാവന നൽകിയെന്നാണ് റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകൾ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2018 ശേഷം ഇക്കാലയളവിൽ ആദ്യമായി സ്ഥാപനം 10,000 കോടിയിലധികം വരുമാനം രേഖപ്പെടുത്തിയതായും റിപ്പോർട്ടിലുണ്ട്. അതേസമയം സ്ഥാപനം ഇതുവരെ നൽകിയതിൽ വെച്ച് ഏറ്റവും ഉയർന്ന സംഭാവനയാണ് 30 കോടി രൂപ എന്ന തുക. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ സംതൃപ്തരായാണ് സംഭാവന നൽകിയത് എന്ന നിലപാടിലാണ് സ്ഥാപന അധികൃതർ. മോദി സർക്കാരിന്റെ കീഴിൽ സുസ്ഥിര വളർച്ചയ്ക്കായി പോസിറ്റീവായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വികസിത ഭാരതത്തിന്റെ കൂടുതൽ മുന്നേറ്റത്തിനും വളർച്ചയ്ക്കുമായി സംഭാവന നൽകിയിട്ടുണ്ട് എന്നാണ് അല്ലാന ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വൗസാൻ അലവി ഇത് സംബന്ധിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് സ്ക്രോളിന് നൽകിയ മറുപടി. 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാരും മാംസ വ്യവസായവും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ മാറ്റം വന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അല്ലാന ഗ്രൂപ്പിന്റെ പ്രധാന മാംസ സംസ്കരണ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ഇറച്ചി വിതരണ ശൃംഖലയിൽ പ്രതിസന്ധികൾ നേരിട്ടത്. അതിന് പ്രധാന കാരണമായി പറയുന്നത് ഈ സ്ഥാപനങ്ങളിൽ ബീഫ് കടത്തുന്നു എന്ന് ആരോപിച്ച് തീവ്ര ഹിന്ദുത്വവാദികൾ ഇറച്ചി വ്യാപാരികൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നതാണ്. അതിൽ പ്രധാനമായും ആക്രമണത്തിന് ഇരകളായത് മുസ്ലിങ്ങളാണ്. 2019 ജനുവരിയിൽ അല്ലാന ഗ്രൂപ്പിൻ്റെതായ 100ഓളം സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡും നടത്തി. അല്ലാന ഗ്രൂപ്പ് 2000 കോടി രൂപയുടെ നികുതി വെട്ടിച്ചു എന്ന് വകുപ്പ് ആരോപിച്ചു. എന്നാൽ ഇതിനോട് അല്ലാന ഗ്രൂപ്പ് പ്രതികരിച്ചിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആരോപണങ്ങൾക്ക് പിന്നാലെ അല്ലാന ഗ്രൂപ്പ് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയെന്നും സംഭവം നടന്ന അതേ വർഷം 7 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടാണ് വാങ്ങിയത് എന്നുമാണ് വിവരം. ഇതുകൂടാതെ ഇക്കാലയളവിൽ ശിവസേനയ്ക്ക് 5 കോടിയും ബി.ജെ.പിക്ക് 2 കോടിയും സംഭാവന ഇനത്തിൽ നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബി.ജെ.പിയുടെ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. ഒരു വശത്ത് സാധാരണക്കാരനായ മുസ്ലിമുകളെ തെരുവിലിട്ട് ബീഫ് കടത്തിന്റെ പേരിൽ ആക്രമിക്കുകയും മറുവശത്ത് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് ഭീഷണിപ്പെടുത്തി സംഭാവനകൾ നേടുകയും ചെയ്യുന്ന ബി.ജെ.പിയുടെ ഇരട്ടത്താപ്പ് നയത്തിനെതിരെ വിമർശനം ശക്തമാവുകയാണ്.